ആരേ കാക്കുന്നേ? അമ്മേനെ ഹോസ്പിറ്റലിൽ കൊണ്ടുവരിക. ഇപ്പം എത്തും. നിങ്ങൾ ഈ വയസ്സാം കാലത്ത് അവരെ ആശുപത്രിയിലൊന്നും ആക്കണ്ട. നമ്മൾ മന്ത്രി ചോദ്യം വെള്ളം കൊടുത്താൽ മതി. ഈ ശ്വാസം മുട്ടൊക്കെ പമ്പടക്കും. ചിരിക്കണ്ട. എല്ലാ ശ്വാസം മുട്ടലല്ല. ചില പാതകൾ ഉള്ളിൽ കയറി ഒളിച്ച പല ലക്ഷണങ്ങളും കാണിക്കും. ചങ്ങലമാടം പോയിട്ടുണ്ട് നമ്മുടെ വെള്ളത്തിൽ. ഈ പോക്കിന് ദീനം മാറിയില്ലെങ്കിൽ നിങ്ങളൊന്ന് പരീക്ഷിച്ച് നോക്കി. അതിനെന്താ നോക്ക. അവര് വന്നു തോന്നുന്നു. ഈ ഹിമാറാർന്ന ഇവനായിട്ട് വലിയ കൂട്ടൊന്നും വേണ്ട. കുഴപ്പമൊന്നുമില്ല, ആളുഷാറായി. ഇനി നല്ലോണം അങ്ങ് ആവി പിടിച്ചാൽ മതി. ഞാൻ ഗേറ്റ് ഓർക്കാം. കിടന്നു. എന്താ ഇത് വാങ്ങാനുള്ള പരിപാടിയുണ്ടോ? ഇത് അമ്മച്ചിയുടെ മുറിയാ? അല്ല, ഇത് എൻ്റെ മുറിയാ. അമ്മച്ചി ഇന്ന് ഇവിടെ കിടക്കട്ടെ എന്ന് കരുതി. നല്ല മുറി, സ്റ്റാർ ഹോട്ടലൊക്കെ പോലെ ഉണ്ട്. ആ ബാബ, സ്റ്റാർ ഹോട്ടലൊക്കെ താമസിച്ചിട്ടുണ്ടോ? താമസിച്ചിട്ടൊന്നുമില്ല, പോയിട്ടൊക്കെ ഉണ്ട്. കണ്ടാൽ തന്നെ കിടന്ന് ഉറങ്ങാൻ തോന്നുന്നു. എന്താ ഈ മുറി കണ്ടിട്ട് കിടന്നുറങ്ങാൻ തോന്നുന്നുണ്ടോ? ബാബ ഇരിക്കേ, ഞാൻ കുടിക്കാൻ വല്ല എടുക്കാം. ഒന്നുമില്ല, ഞാൻ പോട്ടെ. ഇരിക്കുവാവേ, എന്നെ പേടിയാണോ? പിന്നെ ഇഷ്ട? ഞാൻ പോയിട്ട് വരാം. എന്താ ഒട്ടിച്ചില്ലേ? സമരം ചർച്ചയൊക്കെ തീർന്നോ? ഒട്ടിക്കണ്ടെന്ന് പറഞ്ഞു. ആര് പറഞ്ഞു? അവരെന്തു പറഞ്ഞു? അവര് മാത്രമല്ല, അവരും പറഞ്ഞു. ഇവരൊക്കെ പറയാനും മാത്രം എന്തെന്നായാലും ഉള്ളത് കാണിച്ചേ. ഒരു പൊട്ടുന്ന സദാചാരം. ആണുങ്ങൾക്ക് എന്താ കൊമ്പുണ്ട്? ഞാൻ പറഞ്ഞിട്ട് നീ ഒട്ടിക്കണ്ട. ഇനി എല്ലാരും കൂടെ എൻ്റെ മെക്കിട്ട് തീർന്നു. ഞാനിപ്പോ കവലയിൽ വന്നോളൂ. കഴിഞ്ഞില്ലേ? ഒരു ഗ്ലാസ് കൂടിയുണ്ട്. ഓട്ടത്തിലാക്കണം. ഹലോ, മതി. അവിടെ വാ പറഞ്ഞാലേ നാളെ നീ പോസ്റ്ററാവും. പിന്നെ അതൊട്ടിക്കാൻ ഞാൻ നടക്കേണ്ടി വരും. വാവേ, ഇവിടെ വാടാ, ഒരു അത്യാവശ്യം ഉണ്ടോ? അവന് വല്ല മൈൻഡോട്ട് നോക്കിയേ. കവലയിൽ നിന്ന് ആരെല്ലാം പറഞ്ഞെന്നറിയോ? ചന്ദ്രനെ തല്ലാൻ എളുപ്പമാണല്ലോ. അവൻ ആവശ്യമില്ലാതെ ഒന്നിനും പോകാറില്ല. ചന്ദ്രനെ തല്ലിയിട്ടുണ്ടെങ്കിൽ അതിനെന്തെങ്കിലും കാരണം ഉണ്ടാവും. കാരണം ഉണ്ടെങ്കിൽ തല്ലാൻ ഇവനാരി? ഇവിടുത്തെ എസ് ഐ ആ മാപ്പിള ചെറുക്കൻ ആരാണ്ട പിടിച്ച് തള്ളിയതിന് ഇവനെന്ത്? എന്തേലും പറയാനുണ്ടെങ്കിൽ എന്നോട് പറയാം. വെറുതെ അമ്മയെ പറഞ്ഞ് ഭ്രാന്താക്കണ്ട. നിന്നോട് കൂടി തന്നെയാ പറഞ്ഞേ. ചന്ദ്രനെ തല്ലിയാണോ അച്ഛൻ്റെ പ്രശ്നം? എളുപ്പമായോണ്ട് തല്ലിയല്ല, അവൻ്റെ സ്ഥാനത്ത് ആരായിരുന്നാലും തല്ലും. അതന്നെ നല്ലനും പറഞ്ഞേ. നീ അവന്റെ കൂടെ കൂടി ആകെ വഷളായിരുന്നു. അച്ഛനും അങ്ങനെ തന്നെയല്ലേ പറയണത്? ഇപ്പൊ തന്നെ പറഞ്ഞില്ലേ ആ മാപ്പിളച്ചക്കൻ അടി കൊണ്ടാലും എന്താന്ന്? അവൻ എൻ്റെ നല്ല കൂട്ടുകാരനാ. ആവശ്യമില്ലാണ്ട് അവൻ്റെ തോളിൽ കയറണ്ട. നാട്ടിൽ നീ മാത്രമല്ല, വേറെ ഉണ്ട് ചോദിക്കാൻ ത്രാണിയുള്ളവർ. വേറെ ഉണ്ട് ചോദിക്കാനല്ല, തമ്മിലടിപ്പിച്ച് കാഴ്ചയാണ്. ഒന്ന് സ്വൈര്യം താച്ചാ. ഞാൻ പറഞ്ഞില്ലേ ഒരു തല്ലുകൊടുത്ത കാര്യം. എന്തിനാ തല്ലുണ്ടാക്കാൻ പോണേ? നീ എന്നെ നല്ല കുട്ടിയല്ലേ? പിന്നെ തല്ലാണ്ട് ഞാൻ പറഞ്ഞില്ലേ ചുമ്മാ വന്നൊരാളെ. ഇതിന്റെ പേരും പറഞ്ഞപ്പോ വീട്ടിൽ സ്വസ്ഥതയില്ല. അച്ഛൻ്റെ മുഖത്ത് നോക്കണ്ട, ചീത്ത വിളിയാ. സ്വസ്ഥതയില്ലെങ്കിൽ പിന്നെ നീങ്ങുവാ.
അച്ഛൻ്റെ മുഖത്ത് നോക്കണ്ട, എൻ്റെ മുഖത്ത് നോക്കിയിരിക്കാം. ഞാനങ്ങോട്ട് വരുവേ, പിന്നെ എന്നോട് ഇറങ്ങി പോവാൻ പറയരുത്. ഞാൻ പറഞ്ഞില്ലേ, ഇങ്ങ് വാ. വന്നിട്ട് 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 മുഖത്ത് നോക്കിയിരിക്കും. ചിരിക്കണ്ട, എങ്ങനെ വരും അത് പറ. എനിക്ക് വിശപ്പില്ലമ്മേ, അമ്മ കിടന്നോ? അവന്റെ വിശപ്പ് കിട്ടു കാണും. നിങ്ങൾ ഒരുത്തനാ അവൻ ഓരോന്ന് പറഞ്ഞിങ്ങനെ പട്ടിണി കിട്ടുന്നത്. അമ്മയ്ക്ക് നല്ല ശ്വാസം മുട്ടുണ്ട്. ഉറങ്ങുമ്പോൾ 2-3 മണിയോ, എഴുന്നേക്കാൻ വൈകും. നീ വെളുപ്പിന് വാ. അല്ല, രാവിലെ ഞാൻ വീട്ടിലെന്ത് പറയും? എന്താടാ വാവേ, ചോറ് വേണോ? ഒന്നുമില്ല, അമ്മ കിടന്നോ? പിന്നെന്താടാ? ഞാൻ ഒരു പാട്ട് കേൾക്കുക. ഞാൻ കേട്ടുമല്ല. ഒരു കാര്യം ചെയ്യ്, വലിയ കളിക്കാരനല്ലേ, രാവിലെ ഓടാനും ചടാനും ഒക്കെ പോവാറില്ലേ? നാളെ കുറച്ച് നേരത്തെ ഇറങ്ങ്, ഒരു 4 മണിക്ക്. ഞാൻ രാവിലെ പോവാറില്ല, വൈകിട്ടാണ് ജിമ്മിൽ പോവാ. നാളെ മുതൽ ഓടാൻ പോണോ? ഓടിക്കഴിഞ്ഞിട്ട് പിന്നെ പൊട്ടാ, കുട്ടൻ മാറിയപ്പോ പൊട്ടനായ? ഓടാനായി ഇറങ്ങി ഇങ്ങ് വരണം. ഞാൻ ഗേറ്റ് പൂട്ടില്ല, അകത്തേക്ക് കയറി ഒരു മിസ് കോൾ ചെയ്താൽ മതി. വരണേ. വരാം. അമ്മ, ഞാൻ നാളെ രാവിലെ ഓടാൻ പോവും 4 മണിക്ക്. നീ ഇപ്പോഴേ പോകും, ഉറങ്ങാനും സമ്മതിക്കൂല. സുബൈക്ക് ബാങ്ക് കേട്ട എന്നൊക്കെത്താണ് ഇപ്പൊ എൻ്റെ അകത്ത് കയറിയിരിക്കണം. ഇന്നലെ ബാക്കിയെന്ന് എല്ലാം കൂടി വലിച്ചവര് കയറ്റുമ്പോൾ ആലോചിക്കണോർക്കും. ഇവനെ കൊണ്ടുള്ള ഇടങ്ങേറ് ആരോടാ ഉക്രിച്ചായി സുബൈക്ക്? അപ്പൊ നീയല്ലേ ഇതിൻ്റെ അകത്ത്? ഞാനെങ്ങനെ അതിൻ്റെ അകത്ത്? പിന്നെ ആളുണ്ട് ഇതിൻ്റെ അകത്ത് ആരാ? ആരാകത്ത്? ഇതിൻ്റെ അകത്ത് ആരാ? കൂട്ടിയിരിക്കാണല്ലോ. മൊസേരി വീട്ടിൽ പോയില്ലേ? ആരാ ഇതിൻ്റെ അകത്ത്? ആരാ? എന്താ മിണ്ടാത്ത? എന്താ ഇതിൻ്റെ അകത്ത് ആരാന്ന്? ആരാ? ഹലോ, ഒന്ന് വാ തുറന്നേ. അല്ലാ, ഇത് പ്രശ്നമുണ്ട്.
വലിച്ചു പിടിക്കടാ, വലിച്ചു പിടിക്ക്. അമ്മാ, പള്ളിയുടെ അകത്താണ് ഇത്. ആരോടെ എല്ലാരും ഓടി വരണേ. അയ്യോ, പള്ളിയുടെ അകത്താരോ? ആരോ എല്ലാരും ഓടി വരണേ. അല്ലാ, ഇവിടെ. അല്ലാ, വലിച്ചു പിടിച്ചോട്ടാ. ഹലോ, പള്ളിക്കാത്ത പിടിച്ചോ? ബഹളം ഉണ്ടാക്കാതിരിക്ക്. ആരും അവിവേകമൊന്നും കാണിക്കരുത്. നമുക്ക് ആദ്യം ആരാണെന്ന് നോക്കാം. വല്ല പൊട്ടന വട്ടാണെങ്കിലോ? അതൊന്നും ആയിരിക്കില്ല ഉസ്താദേ. വേറെ ആരോ മലപ്പുറം കയറിയിട്ടാണ്. ഒന്ന് സൂക്ഷിച്ചോ, വല്ല കത്തിയോ തോക്കാൻ പറ്റാ കാണും. അതൊന്നും ഉണ്ടാവില്ല, പറയാൻ പറ്റത്തില്ല, ചിലപ്പോ കാണും. ആ മുജീബത്തി, ഇതിന്റെ അകത്താണ്. ഇറങ്ങി വേടാ, അല്ലെങ്കിൽ ചവിട്ടി തുറക്കും ഞാൻ. മിണ്ടല്ലേ, തുറക്കുന്നുണ്ട്. ഇവനോ? അല്ലാ, ഈ പന്നി അറിഞ്ഞ. എന്താടാ പള്ളിക്കകത്ത് എനിക്ക് കാര്യം പറയടാ. ഞാൻ അന്നേ പറഞ്ഞു ഇവൻ ആള് ശരിയല്ലെന്ന്. പള്ളി നടയിൽ കിടന്നവന് പണ്ട് കിടന്ന് കറങ്ങണ്ട്. മുജീബിനെ വെറുതെ വിടരുത്. പള്ളി കൊല്ലണ പന്നീനെ. എന്നാൽ ഈ പവൻ ചിരിച്ചോണ്ട് നടന്ന് ഇരുന്നായിരുന്നല്ലേ. രണ്ട് ചാമ്പ് ചാമ്പിയാണല്ലോ, മണി മണി പോലെ പറയും കാര്യങ്ങൾ. വാവേ, നിന്റെ അഭിനയം കാണാൻ വന്നതല്ല ഞങ്ങള്. നാട്ടുകാരെ തല്ലുകൊള്ളണമെങ്കിൽ നീ കാര്യം പറ. എന്ത് കാര്യം പറയാം മുജീബ്ക്ക? ഇവന് നാല് കള്ളക്കഥകളും പറഞ്ഞു വന്ന് ഈ പള്ളിക്കകത്ത് കയറി എന്നെ നമുക്ക് എന്നെ തല്ലാൻ നോക്കിയവനാ. കള്ള ഹിമറ് ഇവൻ മറ്റുള്ളവരുടെ ആളാണ്. നീ നമ്മുടെ നീ തല്ലു വാങ്ങിക്കാണ്ട് കാര്യം പറഞ്ഞേ. ഷാജാനെ, കാര്യങ്ങൾ നമ്മളായി നിൽക്കൂല. നീ അവനോട് ചോദിച്ചേ ആ സമയത്ത് പള്ളിയിൽ എന്തിനാ കയറിയെന്ന്. ഷാജാൻ ചോദിക്കും അവനോട്. ഇനി അവനെ കൊല്ലണോ? എന്നാ പോയി കൊല്ലി. അതിന് ഷാജാൻ അവന്റെ ആളല്ലേ. ഷാജാൻ ചോദിക്കണ്ട, നമ്മൾ ചോദിച്ചോളാം. ഞാൻ ചോദിക്കാം. ഷാജാനെ, നീ അവനെ മാറ്റി നിർത്തി ചോദിക്കേ, എന്തിനാ പള്ളി കയറി? ഓൻ ചോദിച്ചോളൂ. നിങ്ങളത് ബഹളം വെക്കാതിരിക്കേ, അവൻ ചോദിക്കട്ടെ. എന്താണ്? ഒരബദ്ധം പറ്റിയടാ. അമ്മയുടെ സിസ്റ്ററല്ലേ? എടേ, നാട്ടുകാരോട് ഇങ്ങനെ പറയൂടാ. അയ്യോ പറയരുത്. അവരുടെ ഭർത്താവ് അടുത്ത് അയച്ചു വരും. അവരുടെ കുടുംബം താറുമാറായി പോവും. അത് മാത്രമല്ല, കുഞ്ഞോള് കാണാൻ വന്നവരും അറിഞ്ഞാലാ അടുത്ത ആഴ്ച കല്യാണം ഉറപ്പിക്കാൻ അവരും വരാനിരിക്കുകയാണ്. നാട്ടുകാരിത് കറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എനിക്ക്
പിന്നെ എനിക്ക് പുറത്തിറങ്ങി നടക്കാൻ പറ്റി. ഷാജാന് എനിക്ക് ജീവിച്ചിരിക്കാൻ പറ്റില്ല. വിഷമിക്കല്ലേ? നീ രാവിലെ ഓടാറങ്ങി ഇവിടെ എത്തിയപ്പോൾ 2 രൂപ തോന്നി. അപ്പോൾ നീ ഇങ്ങോട്ട് കയറി. അത് കുറ്റമൊന്നുമില്ലല്ലോ. നീ ധൈര്യമായിട്ടിരിക്കേ. വന്നടാ. എന്തായി ഷാജഹാനെ? ഉസ്താദേ, ഇതൊരു വലിയ വിഷയമൊക്കെയല്ലേ. കാര്യം അറിയാതെ ബഹളം വെക്കില്ലെന്ന് ഇവരോട് പറ. ഷാജാനെ നീ പകന്നു പറയാതെ കാര്യം പറ. ഉസ്താദേ, ഇവൻ രാവിലെ ഓടാറങ്ങിയതാ. ഇവിടെ എത്തിയപ്പോൾ വയറിന് അസ്വസ്ഥത പിടിച്ചെടുത്താൻ പറ്റില്ല. അപ്പൊ ഇങ്ങോട്ട് കയറി. ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കും ഉസ്താദേ. നല്ല കഥ. കേറാൻ കണ്ട സ്ഥലം പള്ളി. പിന്നെ റോട്ടിൽ പോവോ? അതുകൊണ്ടല്ലേ ഇങ്ങോട്ട് കയറിയേ. കക്കൂസെ പോകാനായിട്ട് ഇങ്ങോട്ട് കയറുന്നതിൽ കുഴപ്പമൊന്നുമില്ല. അല്ല ഉസ്താദേ, നമ്മളത്ര ദുഷ്ടന്മാരൊന്നുമല്ല. പക്ഷേ ഇന്നേ വരില്ലാത്തൊരു ഓട്ടം ഇന്ന് തുടങ്ങുന്നത്. അതുപോലെ എല്ലാവരും മെയിൻ റോഡിലൂടെ ഓടുമ്പോൾ ഇവൻ മാത്രം ഇടവഴിയിലൂടെ ഓട്ടം. ഇതിലെവിടെയോ ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ട് ഷാജാനെ. ഇവന്റെ മർമ്മത്തിനിട്ട് 2 കൊടുത്തു കഴിഞ്ഞാൽ മണി പോലെ കാര്യം പറയും മജീബ്ക്ക. എടാ ഷാജാനെ, നീ ഇത് വിശ്വസിച്ചോ? അതേ ഇവനോട് വിശ്വസിക്കണം. വൈകുന്നേരം ഞാനിത് വിശ്വസിക്കൂല കേട്ടോ. മുജീബ് പറഞ്ഞ പോലെ പതിവില്ലാത്തൊരു ഓട്ടോ ഒരു വൈക്കിന്ന് നോക്കും. ഉള്ളതാവും മുക്രി. കണ്ടില്ലേ, ഓടണ കുപ്പായത്തിലല്ലേ അവൻ നിൽക്കണത്. ഓടുന്നൊരു വഴിയൊക്കെ ഉണ്ടോ? ഏതിലേ ഓടാലോ. അവൻ എവിടെ കിടന്നു ഓടട്ടെ. നിങ്ങളെ നെഞ്ചത്തുണി കിടന്ന് ഓടട്ടെ. പക്ഷെ പള്ളി കിടന്ന് ഓടല്ല. അല്ല, പിന്നെ വെട്ടാനും കൊല്ലാനും പോകുന്നവരൊക്കെ കോട്ട് സൂട്ടിട്ടല്ലേ പോകുന്നു. എന്റെ ഉസ്താദേ, ഇവൻ ഈ പള്ളിക്കിണറ്റിൽ വിഷം കേൾക്കാൻ വേണ്ടി വന്നാ, അല്ലെങ്കിൽ പള്ളിയിൽ പോകുമ്പോ സ്ഥലവും സൗകര്യം അന്വേഷിച്ചു വന്നാ. ബോംബാ. എന്നിട്ട് ഇവന്റെ കയ്യിലൂടെ ബോംബ് വിഴുങ്ങി. ബോംബിന്റെ കാര്യം വിട്. പക്ഷേ ഇതങ്ങനെ വിട്ടാ പറ്റില്ല, പ്രത്യേകിച്ച് ഈ സാഹചര്യത്തിൽ. നമ്മളായിട്ടൊന്നും ചെയ്യണ്ട. നിയമത്തിന്റെ വഴിക്ക് പോട്ടെ. അയ്യോ, അത് വേണ്ട മുജീബ. വേണം. ഇവനെ തല്ലി ചർച്ച കൊടുക്കണ്ടേ? നീ ആരോട് പറഞ്ഞിട്ട പള്ളി കയറിയ? ഇതിലെന്തോ ഒരു അന്താരാഷ്ട്ര കടിയുണ്ട്. വിളിക്കുമല്ലേ പോലീസിനെ? അത് വേണം മുജീബേ, വേണം. ഉസ്താദിനെ വിളിക്കും. വെറുതെ വിടലും പെടക്കന്നെ ചെയ്യണം. വിളി. ഞാൻ സംസാരിക്കും മുജീബ. ഹലോ, പോലീസ് സ്റ്റേഷൻ.